നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്നലെ ഞങ്ങൾ പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉദ്ഘാടനത്തെക്കുറിച്ചല്ല. അതിന് കണ്ടിന്യൂറ്റി എന്ന നിലയിൽ ഒരുപാട് ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ലോജിക്ക് മറ്റു കാര്യങ്ങൾ വളരെയധികം പേര് അതിശോക്തിയായിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഗീതം. അതിന് ഒരു ഉദാഹരണം പറയാം. കുഞ്ഞാക്കായുടെ ഗ്രൂപ്പും അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നയിക്കുന്ന ബുദ്ധിജീവികളെ നിങ്ങൾ ഇത്ര മണ്ടന്മാരാണ്. ഒറ്റ ഉദാഹരണം, പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉദ്ഘാടനത്തിൽ വരുമെന്ന് കുഞ്ഞാക്ക പോലും ഉറപ്പ് കൊടുത്തിട്ട് എന്തെടോ കുഞ്ഞാക്ക പ്രിയങ്ക വരായിരുന്നത്, സോണിയ വരായിരുന്നത്, രാഹുൽ വരായിരുന്നത്, മറ്റേ ഇന്ത്യ മുന്നിൽപ്പെട്ട ഒരു പാർട്ടിയുടെയും ദേശീയ നേതാക്കൾ വരാതിരുന്നത്? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഴയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ വെറും മുസ്ലിം ലീഗ് സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ മുസ്ലിങ്ങൾ ഏതാണ്ട് 50-50 ആയിരുന്നു. 50% മുസ്ലിങ്ങളും ഏതാണ്ട് 50% ഹിന്ദുക്കളും. ആ ഒരു ഘട്ടമായിരുന്നു. അന്ന് ക്രിസ്ത്യാനിയൊന്നും ഇല്ലായിരുന്നത്. അത് മാറി ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നപ്പോൾ പാകിസ്ഥാനിൽ ഇന്ന് ഏതാണ്ട് 27 കോടിയോളം ജനങ്ങളും ബംഗ്ലാദേശിൽ 17 കോടിയോളം, ഏതാണ്ട് 45 കോടിയോളം ജനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മൊത്തം മുസ്ലിങ്ങളിലെ ഏതാണ്ട് 40% 60%, 40% ഇന്ത്യയിലുള്ളത്. ബാക്കി 60% ബംഗ്ലാദേശിലും പാകിസ്ഥാനായിട്ട് കിടക്കുകയാണ്. ബംഗ്ലാദേശിൽ ഇതിനിടയ്ക്ക് BJP പറഞ്ഞു സ്വാതന്ത്ര്യ സമയത്തിന് 12% പാകിസ്ഥാനിൽ മുസ്ലിം ഉണ്ടായി, ഇപ്പോൾ 2% കുറഞ്ഞുള്ളൂ. സത്യമാണത്. പക്ഷേ അതിനാണ് ഈ നുണ സത്യത്തെ വ്യഭിചരിക്കുക എന്നുള്ളത്. പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിഭജനത്തോടെ ഹിന്ദു മേഖല കംപ്ലീറ്റ് ബംഗ്ലാദേശ് പോയി. അവിടെ ഏതാണ്ട് 8% ഹിന്ദുക്കളുണ്ട്. അത് പിന്നെ പാകിസ്ഥാനിൽ ഏതാണ്ട് 2% ഉള്ളൂ. എന്നാൽ കാരണം ഹിന്ദുക്കൾ മേഖല മുഴുവൻ അവിടെ ആയിപ്പോയി. അത് പറയില്ല. 10% കൂടുതൽ ഹിന്ദുക്കളുടെ പാകിസ്ഥാനിൽ 2% ഹിന്ദുക്കൾ. സംഘ് പരിവാർ പറയുന്നത് നുണയല്ലേ? എന്തുകൊണ്ട് ആവശ്യം നിൽക്കട്ടെ. അപ്പോൾ ഒരു കാരണവശാലും മുസ്ലിം എന്ന പേരിലൊരു പാർട്ടി ഉണ്ടാക്കിയാൽ ഇന്ത്യയിൽ ഭരിക്കാനുള്ള സാഹചര്യമോ ഭൂരിപക്ഷമോ കിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിം എന്ന വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നത്? അന്ന് ഏതാണ്ട് 50-50 ആയിരുന്നു. 50-50 ആണെങ്കിൽ ജനാധിപത്യത്തിൽ ഏതാണ്ട് ഭരിക്കാനുള്ള സാധ്യതയുണ്ട്. ഭരണം വരുമോ പോകുമോ അത് വേറെ ഭൂരിപക്ഷം നോക്കിയാണ്. ഭരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് 20% താഴെ മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സാധ്യതയുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുസ്ലിം ലീഗ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കേരള കോൺഗ്രസ് അല്ലാതെ ക്രിസ്ത്യാനിലെ പാർട്ടിയൊന്നുമില്ല. എന്നിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു പ്രാദേശിക ജാതികളുടെ കൂട്ടായതുകൊണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാണിക്ക് കിട്ടണ്ടില്ലേ? പക്ഷെ നിങ്ങൾ എന്താണ് ഈ പേര് മാറ്റാത്തത്? അവിടെയാണ് നിങ്ങളുടെ ഒരു വക്രബുദ്ധി അല്ലെങ്കിൽ ഒരു ചൂഷ മനസ്സ്. ഞാൻ തുറന്ന് പറയാണ്, ഇത് പറയേണ്ട ഘട്ടം കഴിഞ്ഞ് ഇനി യാതൊരു ദൈവം മുസ്ലിം ലീഗിനോട് പേര് മാറ്റുന്ന കാര്യത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം ഓക്കെ. പച്ചക്കൊടിയാണ് മുസ്ലിം സമുദായത്തിൽ പച്ച എന്നുള്ള ഇന്റർനാഷണൽ ലെവലിൽ അത് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അവർക്ക് താല്പര്യപ്പെട്ട ഒരു അനുകൂലമായ ഒരു അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട് കളറാണെന്ന് ലോകം അംഗീകരിച്ചാണ്. RSS ഉണ്ടാക്കി, BJP ഉണ്ടാക്കി. RSS ഒരുപക്ഷെ കാവിക്കൊടി ഉപയോഗിക്കണമെങ്കിലും ഈ BJP ഒരിക്കലും കാവിക്കൊടി ഉപയോഗിക്കണില്ല. ഉണ്ട്, പച്ചയും കാവിയും ചേർന്നാണ്. കാവിന് ഓറഞ്ചാണ് ചേർന്നാണ്. അവർക്ക് എന്തൊരു കാവിക്കൊടി ആയിക്കൂടെ? അവർ ഉപദേശിക്കാൻ ബുദ്ധിജീവികളുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തെ ഉപദേശിക്കാൻ വിദേശ രാജ്യങ്ങളിലെ ബുദ്ധിജീവികളുണ്ട്. മുസ്ലിം സമുദായത്തെ ഉപദേശിക്കാൻ അങ്ങനെ വിദേശ രാജ്യങ്ങളിലെ ബുദ്ധിജീവികൾ ഇല്ലാത്ത കാര്യമോ? അവിടെ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ലോകത്ത് ഒന്നും തന്നെ മുസ്ലിങ്ങളെ ഇതാ ഒറിജിനൽ ജനാധിപത്യം. ഇന്തോനേഷ്യയിലുണ്ട്, അതൊക്കെ പേരിന് മാത്രം. അത് ഇന്തോനേഷ്യ മുസ്ലിം പശുമാർക്ക് പറയും യാതൊരു ചലനം ലോകത്ത് ഉണ്ടാക്കുന്നില്ല. പിന്നെ ആകെ ചലനം ഉണ്ടാക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിം ലീഗാണ്. സമയമില്ല. ഇനി കുഞ്ഞാക്കാട് ചോദിക്കാനുള്ളത്,
എന്തുകൊണ്ടാണ് കുഞ്ഞാക്ക സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി പിന്നെ ബീഹാർ പര്യടനത്തിനാണ്, അതൊക്കെ ഇത് എത്രയോ നാൾ മുമ്പ് പ്രഖ്യാപിച്ച കാര്യം, ആ ഡേറ്റ് നോക്കി പോട്ടെ. എന്തുകൊണ്ട് പ്രിയങ്ക വരാകുന്നത്? ഈടോ കുഞ്ഞാക്ക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഞാൻ നിഷ്പക്ഷടോ, എനിക്ക് യാതൊരു ഇഷ്ടപൂർവ്വം കുഞ്ഞാക്കയോടും മുസ്ലിമിനോടും ഇല്ല. പക്ഷെ സമുദായത്തോട് അല്പം സ്നേഹമുണ്ട്. എന്നുവെച്ചാൽ സമൂഹത്തോട് സ്നേഹം ഇല്ലെന്നല്ല, സമൂഹത്തെ സ്നേഹിച്ചോടു തന്നെ ഈ സമുദായത്തെ ഞാൻ അല്പം സ്നേഹിക്കും. അതുകൊണ്ട് എൻ്റെ ബാധ്യം, എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ. ഇവിടെ 1000 ജില്ലകളുടെ ഏകദേശം ഇന്ത്യയിൽ കുഞ്ഞാക്കായും മുസ്ലിം ലീഗും മനസ്സിലാക്കണം വിഡ്ഢികളെ. 1000ഓളം ജില്ലകളുണ്ട് ഏകദേശം ഇന്ത്യയിൽ. അതിൽ ഒരു ജില്ല മാത്രമാണ് മലപ്പുറം. മനസ്സിലാക്കണം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കണക്കുകൾ ഉദ്ധരിച്ചാൽ മതി. 1000ഓളം ജില്ലകളുള്ള ഇന്ത്യയിൽ മലപ്പുറം എന്ന് പറഞ്ഞത് കേവലം അതിൽ ഒരു ജില്ല മാത്രമാണ്. ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മൽപ്പ ലീഗായിട്ട് ഒതുങ്ങി എന്ന കാര്യം സോണിയാഗാന്ധിക്ക്, രാഹുലും, പ്രിയങ്കും എല്ലാ കോൺഗ്രസ് കള്ളന്മാർക്കും അറിയാം. പക്ഷെ അവർ പേര് മാറ്റം പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദായം വളർന്നു പോകും. വളരാതെ എന്ന് കോൺഗ്രസിൻ്റെ കാക്കൽ നിർത്തണം. അവർക്ക് ആവശ്യം വന്ന് ഉപയോഗിക്കുക, അല്ലാത്ത വിട്ടുകളെ. അങ്ങനെ വയനാട് മത്സരിച്ചപ്പോൾ അവർക്ക് ആവശ്യം വന്ന് നിങ്ങൾ ഉപയോഗിച്ചു. എത്ര ബുദ്ധിപൂർവ്വം നിങ്ങൾ ഉപയോഗിച്ച് തള്ളിക്കളഞ്ഞത്. ഈ ഡൽഹി ചെന്നപ്പോഴോ വന്നടോ, വരാൻ പറ്റില്ല. ഈ പച്ചക്കൊടി മുസ്ലിം ലീഗുള്ള പേരിനോട് ഈ സോണിയാഗാന്ധി അല്ലെങ്കിൽ തന്നെ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ ഇന്ത്യൻ ഇപ്പോഴത്തെ പ്രിയങ്ക കോൺഗ്രസ്, കത്തോലിക്ക കോൺഗ്രസ് ആരോപണം BJPക്കാർ പറയുന്നത്, സംഘപരിവാർ പറയുന്നത് ഒരു പരിധി ശരിയാണ്. പക്ഷേ അവരതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നാളെ സംഘപരിവാർ വ്യാഖ്യാനോ. നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുൻപ് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് വയനാട്ടിൽ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ പച്ചക്കൊടിയും തൊപ്പിയും താടിയും ലീഗിൻ്റെ പ്രമാണിത്വം എല്ലാം കണ്ടില്ലേ? അത് 1,1000 ഇരട്ടി വീഡിയോ എടുത്തിട്ട് വടക്ക് ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലൂടെ വീടുകളിലൂടെ ഇത് പറഞ്ഞത്, കൊച്ചു പാകിസ്ഥാൻ വന്നു, അതേ കത്തോലിക്കൻ വന്നു എന്ന്. അങ്ങനെയാണ് അതിന് 50 സീറ്റ് കോൺഗ്രസ് പോയത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പോയത്. പക്ഷേ ഈ രണ്ടാമത് വന്നപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വയനാട് തെരഞ്ഞെടുപ്പിൽ കൊച്ചക്കൊടി ഉണ്ടായില്ല, ലീഗ് തൊപ്പിയില്ല, ഒന്നും ഉണ്ടായില്ല. വെറും സാധാരണ പാർട്ടി പോലും നടത്തി, ആരും കൂടി ഉണ്ടായില്ല. അതൊരു ഭീരുത്വമാണ്, ഒളിച്ചോട്ടമാണ്. എന്തുകൊട്ടെ, അത് തന്നെയല്ല, മോഡിയെ ഒന്ന് ഒതുക്കണമെന്ന് സംഘപരിവാർ ഉള്ളുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് ഇത്രയും സീറ്റ് കിട്ടിയതും BJP അല്പം കുറഞ്ഞതും. ഇത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇത് തന്നെയാണ് അവസ്ഥ. നിങ്ങളെ ചട്ടുകമാക്കുമെന്നല്ലാതെ ഒരിക്കലും നിങ്ങളെ വളർത്തില്ല. ഒന്നാമത്തേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും ഇന്ത്യയിൽ മുസ്ലിങ്ങളെ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടില്ല. ബിക്കോസ് അവരെ നയിക്കുന്നതിൽ നല്ല ശതമാനം അനുകൂലികൾ, സംഘപരിവാർ അനുകൂലികളാണ്. പണ്ടും ഇപ്പോഴും അതെ. ഇപ്പോൾ പിന്നെ സംഘം വേറെ നിൽക്കുന്നതെങ്കിലും കോൺഗ്രസിന് പലരും സംഘപരിവാർ. ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇപ്പോൾ റെഡ്ഡി ഉപരാഷ്ട്രപതിയായിട്ട് സാധിച്ചു. അദ്ദേഹത്തെ BJPയുടെ പ്രചരണം എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലെ നെക്സലൈറ്റിൻ്റെ കേസ് വന്നപ്പോൾ നെക്സലൈറ്റ് അനുകൂലമായിട്ട്, ക്രിസ്ത്യൻ സമുദായത്തെ അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചു. അത് ഈ റെഡ്ഡിയാണ്. പിന്നെ തെറ്റ് ശരി നിങ്ങൾ തിരിച്ചോട്ടെ, അവരെ പ്രചാരണം ABC ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ മറ്റൊന്ന് കൊടകര അല്ലെങ്കിൽ നമ്മുടെ ഒരു മതപ്രചരണ കേന്ദ്രം ഉണ്ടല്ലോ ക്രിസ്ത്യാനിയുടെ, അവിടെ 950ഓളം അജ്ഞാത മൃതദേഹങ്ങൾ ഉണ്ടായിട്ട് ആ കേസിനെ കുറിച്ച് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കെ അതിൽ അനുകൂലമായി വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഇദ്ദേഹമാണ്. അഭയ കേസിൽ നാർക്കോ അനാലിസിസ് വേണ്ട എന്ന് പറഞ്ഞത്, അനുകൂലിച്ചതും ഈ ജഡ്ജിയാണ്. ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് എന്നാണ് BJPയുടെ ആരോപണം. അത് മാത്രമല്ല, റെഡ്ഡിമാരും അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ എത്രയോ വർഷമായിട്ട് എപ്പോഴും അറിയുന്ന ക്രിസ്ത്യാനിയായിരുന്നു. നമ്മുടെ ഉപരാഷ്ട്രപതി KR നാരായണൻ, അതാണ് അദ്ദേഹം കത്തോലിക്കായില്ലേ, കത്തോലിക്ക സ്ത്രീകളെ കഴിച്ച് കത്തോലിക്കയുടെ അദ്ദേഹത്തിൻ്റെ ശവശരീരം ഡൽഹിയിൽ അടക്കിയിട്ട് വീണ്ടും പള്ളി കൊണ്ട് അടക്കി പിന്നെ കൊണ്ടുവന്നത് കേസുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും ക്രിസ്ത്യൻ സമുദായം അറിഞ്ഞോ അറിയാതെയോ പണം കൊടുത്തോ പണം കൊടുക്കാതെയോ പ്രലോഭിച്ചോ അവർ വളർത്തുന്നുണ്ട്. എണ്ണം കൂടാത്തതിന് കാരണം അവരൊന്നും പുറത്ത് പേര് മാറ്റുന്നില്ല. ആ പേരൊക്കെ പഴയത് തന്നെ.
മനസ്സിലാകുന്നുണ്ടോ? ഇതിനെ തകർക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമത്തിലാണ് RSS സംഘപരിവാർ. പക്ഷെ എന്നിട്ട് 2% പോലും ക്രിസ്ത്യാനി ഇല്ല ഇന്ത്യയിൽ. രേഖാമൂലം ഉള്ളിലുണ്ടോ എനിക്കറിയില്ല. അതിൽപ്പെട്ട ഒരു റെഡ്ഡിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചല്ലോ. ഈ ഞാൻ പറയാം ഒരു കാര്യം പറയാം, ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു പരിധിവരെയും ആശ്രയിക്കുന്ന ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതാരും നയിക്കുന്ന വിഷയമല്ല. ഈ ഞാൻ ആധികാരികമായിട്ട് ഉറപ്പിച്ചും പറയാം, ഇന്ന് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് യോജിച്ചു പോകുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷെ ആ കോൺഗ്രസിന്റെ അപാകതയോ കഴിവേടോ അല്ലെങ്കിൽ ദുഷ്ടത്തരോ മുസ്ലിം സമുദായമേ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒരു വശത്ത് യഥാർത്ഥത്തിൽ ചെകുത്താനും കടലിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ. ഒന്ന് BJP സംഘപരിവാർ ഒരു കാരണവശാൽ മുസ്ലിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല. ഇന്നത്തെ രീതി മാറിയ കുഴപ്പമില്ല. പിന്നെയുള്ള കോൺഗ്രസ് കടലാണ്. ഇത് ചെകുത്താണെങ്കിൽ കോൺഗ്രസ് കടല, അങ്ങോട്ട് ചാടാൻ പറ്റുള്ളൂ. അതിൽ 20% വോട്ട് മുസ്ലിങ്ങളുള്ള 30 കോടി മുസ്ലിങ്ങളുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് 99.9% വോട്ട് ചെയ്ത് മുസ്ലിങ്ങൾ അവർക്കാണ്. എന്നിട്ട് ഉപരാഷ്ട്രപതി ലിസ്റ്റിൽ ഒരു മുസ്ലിം ചിന്തിക്കാൻ ഒരു രാഹുലിന് മനസ്സിലാക്കിയോ, പ്രിയങ്ക് മനസ്സിലാക്കിയോ, അല്ലെങ്കിൽ ഗാർഗയ്ക്ക് മനസ്സിലാക്കിയോ, ഏതെങ്കിലും കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഏതെങ്കിലും കക്ഷി നിങ്ങൾ ആലോചിച്ചു. ഇന്ത്യയിൽ പ്രധാന ഒരു കക്ഷി ആരാണ്? തൃണമൂൽ കോൺഗ്രസ് പേരിലെങ്കിലും അവർ ബ്രാഹ്മൺസ് അയക്കാതെ 2% ഇന്ത്യ ജനസംഖ്യയിൽ. മറ്റൊന്ന് RJD ലാലു പ്രസാദ് യാദവ് 5-6% യാദവന്മാർ കേരളത്തിൽ, ഇന്ത്യയിൽ. പിന്നീട് മുലായം സിംഗിന്റെ മകൻ അഖിലേഷ് യാദവ്, അത് ഏതാണ് 5-8%, യാദവിന് 8% മറ്റേ ഉള്ളൂ. പിന്നെ ദളിത് ഉണ്ട്. ഇവരെല്ലാം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും വർഷങ്ങളായിട്ട് ഭരിച്ചു കൊണ്ടുണ്ട്. അവരാരും ഒരു ജാതി ഉപയോഗിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് നിങ്ങൾ ചിന്തിക്കാൻ പറയുകയാണ്. ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറഞ്ഞാൽ കാൻഷ്യം ഉണ്ടാക്കിയ പാർട്ടി ദളിതിൻ്റെ പാർട്ടി അല്ലെങ്കിൽ ഒരു ദ്രാവിഡ പാർട്ടിയാണ്. അവരൊന്നും ജാതി ഉപയോഗിച്ചിട്ടില്ല. ജാതി ഉപയോഗിക്കാതെ പാർട്ടി ഉണ്ടാക്കിയിട്ടും 4 പ്രാവശ്യം UP മുഖ്യമന്ത്രിയായി മായാവതി. ഞാൻ ആ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് 10-20 വർഷം വർക്ക് ചെയ്തേ. കാൻഷ്യാം കൂടെ വർക്ക് ചെയ്ത് എൻ്റെ നേതാവ് ഗുരു എന്നാണ്. കാൻഷ്യാമ നേതാവല്ല, ഗുരു കൂടിയാണ്. മായാവതി എൻ്റെ നേതാവ് കൂടിയാണ്. ആ പാർട്ടി ഭരിച്ചു, യാദവ് ഭരിച്ചു, നിതീഷ് ഭരിക്കുന്നു. നിങ്ങൾക്ക് എന്തേ പറ്റുന്നല്ലേ 77 വർഷമായിട്ടും? അവിടെയാണ് കുഞ്ഞാക്ക മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നശിപ്പിച്ച് അടങ്ങും ഈ സമുദായത്തിൽ നിന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഈ മുസ്ലിം സമൂഹം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് 77 വയസ്സ് കഴിഞ്ഞ് ഞാൻ 9 വയസ്സിൻ്റെ 70 കൊല്ലവും ലോകത്തെക്കുറിച്ചും ലോകത്തെ മതങ്ങളെക്കുറിച്ചും അറിയാവുന്ന രീതിയിൽ സാമൂഹികമായിട്ട് രാഷ്ട്രീയമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അറിയാവുന്ന രീതിയിൽ, നമ്മൾ വലിയ ആളൊന്നുമില്ല. പക്ഷെ അതിൽ മുസ്ലിങ്ങൾക്കുള്ള ഏക ഒരു തകരാറ് എന്താ പറയുക, മുസ്ലിം വികസനത്തിന് അവർ എല്ലാം ചെയ്തൊരു 90% ആകുമ്പോഴേക്കും പിന്നെ തവക്കൽ തൊലല്ലാന്ന് പറയും. എന്ന് പറഞ്ഞാൽ 100 അടി കയറേണ്ട കോണിയിൽ 90 അടി കയറിയിട്ട് ബാക്കി 10 അടി മുകളിൽ നോക്കും, താഴെ എന്തുമാത്രം ഉയരത്തിലായി. ഇനി തവക്കൽ തൊലല്ല അല്ല നിശ്ചയിച്ച് കൊല്ലുന്നുണ്ട്, അങ്ങോട്ട് താളത്തിലിടും. അതെല്ലാം തെറ്റാണ്. തവക്കൽ തൊലല്ല 90 അടി കഴിഞ്ഞിട്ടല്ല, 1-ാം അടി മുകളിൽ തുടങ്ങും. നിങ്ങൾ അങ്ങനെ പറയൂ. 1-ാം പടിയിൽ നിന്നിട്ട് പറഞ്ഞു തവക്കൽ തൊലല്ല പറഞ്ഞ് കയറി. ഇത് 90 പടി കഴിഞ്ഞിട്ട് ബാക്കി 10 പടി ബാക്കിയുള്ളപ്പോൾ തവക്കൽ അല്ലല്ല എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരാണ്. അതാണ് ദീർഘവീക്ഷമില്ലാത്ത, ചിന്താശക്തി ഇല്ലാത്ത, എന്ത് പറഞ്ഞാലും മുസ്ലിം. അവർ മുസ്ലിം എന്ന ആദർശമോ മതമോ യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഭൗതികമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഭൗതികമായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ, രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങൾ അള്ളാഹിനെ വിചാരിച്ചോ അള്ളാഹിനും അതും തെറ്റില്ല. പക്ഷെ നിങ്ങൾ മുസ്ലിമിൻ്റെ പേര് ഉപയോഗിക്കരുത്. ഭൗതികമായിട്ട്, ആത്മീയമായിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ആത്മീയത്തോടെ ഒരു കാര്യം പറയാം. ഇത് ശ്രീ വിവേകാനന്ദ സ്വാമി പറഞ്ഞ കാര്യമുണ്ട്. ഇത്രയും സമത്വ സുന്ദരമായ ഒരു ആശയം ആദർശമുള്ള അല്ലാതെ വേറെ സ്വാമി വിവേകാനന്ദ കേവലം 3 പതിറ്റാണ്ട് മാത്രം ജീവിച്ച ലോക ബുദ്ധിമാനും ലോക മനുഷ്യയ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇത്രയും സമത്വ സുന്ദരമായ ഒരു ആദർശത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തെയും അവകാശികൾ ഇസ്ലാം അല്ലാതെ മറ്റൊരു മതമില്ല. 2-3 ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞേക്കാം.
ഗുരുവായൂർ അമ്പലത്തിൽ ആ പെണ്ണിന് അവിടെ പോകേണ്ട ഒരാവശ്യമില്ല. അല്ലെങ്കിൽ ഒരു പെണ്ണാണെന്ന് റീലെടുക്കാൻ പോയി ഗുരുവായൂർ അമ്പലത്തിൽ കാല് തൊട്ട് അമ്പലത്തിൽ കുളത്തിൽ കാല് തൊട്ടതിന് പേരിൽ ശുദ്ധികലശം നടത്തണം. ഞാനിവിടെ ലോകത്ത് ഏതെങ്കിലും മതസ്ഥാപനത്തിൽ ഒരു കുളമാണെങ്കിൽ ആ കുളത്തിൽ ഒരു മനുഷ്യൻ്റെ കാല് മുട്ടിയാൽ അവിടെ ശുദ്ധികലശം നടത്തുമോ? ഇന്ന് ഏറ്റവും വലിയ നേതാവ് ചോദിച്ചല്ലോ, അതായത് അവിടുത്തെ പൂജാരി കാലിൽ പുഴുക്കുത്തലിങ്ങാൻ കാലിൽ നാക്കുകൊണ്ട് അപ്പോൾ ചിലവൊക്കെ ഉണ്ട്, അവ കഴിയാതെ ശുദ്ധികലശം ചെയ്യുമോ? അപ്പോൾ അവിടെ സമത്വ സുന്ദര ഇല്ലെന്ന് വിവേകാനന്ദൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല. ക്രിസ്ത്യൻ എടുത്തു നോക്ക്, കേരളത്തിൽ പോലും 1/3 ജനസംഖ്യ കൺവെർട്ട് നിർത്തിയേക്കാണ്. കൺവെർട്ട് ക്രിസ്ത്യൻ പറയും. ഇന്നും കൺവെർട്ട് 100,000 കൊല്ലായിട്ടോ ഇന്നും കൺവെർട്ട് ക്രിസ്ത്യൻ നിൽക്കാണ്. മുസ്ലിം കൺവെർട്ട് ക്രിസ്ത്യനല്ല. ഒരാൾ കരിമ ചൊല്ലി മുസ്ലിമായാലും അവന് 1000 പഴക്കമുള്ള തങ്ങളുടെയും അവന് ഒരേ റേഞ്ചാണ്, ഒരേ റാങ്കാണ്, ഒരേ ചുറ്റുപാട്, ഒരേ അവകാശമാണ്. പള്ളിയിലെ പ്രധാന സഭയിൽ പോയിരിക്കാം, ഇമാമത്ത് നേതാവായി വന്ന് നമസ്കരിക്കാം. ക്രിസ്ത്യാനിക്ക് പറ്റുമോ? ഒരു കൺവെർട്ട് ക്രിസ്ത്യാനി പള്ളിയിൽ പൂജാരിയായിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനായിട്ടോ വയ്ക്കുമോ? അതാണ് സമത്വ സുന്ദരമായ മതം ലോകത്തുണ്ടെങ്കിൽ ഇസ്ലാമിന് അതൊന്നും ഞാൻ മതം പറയുമെന്നല്ല. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ മുസ്ലിം ലീഗിന് മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഒരു മാറ്റത്തിന് സമയമില്ല, ഇനി ഒരു പരീക്ഷ സമയമില്ല. ഇങ്ങനെ പോയാൽ ഞങ്ങൾ വളരെ കുലങ്കഷമായിട്ടും ആധികാരികമായിട്ടും ശാസ്ത്രീയമായിട്ടും മനഃശാസ്ത്രമായിട്ടും സാമൂഹ്യമായിട്ടും പിന്നീട് ഫിലോസഫിക്കലായിട്ടും ഞാൻ പറയും മൊയ്തീൻ ഷാ എൻ്റെ ഗ്രൂപ്പ്, ഞങ്ങളുടെ ഗ്രൂപ്പ് വളരെ വിദഗ്ധ ഗ്രൂപ്പ്. ഞങ്ങൾ ഈ UDF നിലനിർത്തി LDF നിലനിർത്തി UDF ജയിപ്പിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമത്തിലെ വളരെ രഹസ്യമായിട്ട് വർഷങ്ങളെ തുടങ്ങി. അതെന്തുകൊണ്ടെന്ന് അറിയോ? ഒരു MP പോലും വഹിക്കാത്ത, ഒരു അംഗീകാരം കൊടുക്കാത്ത സംഘപരിവാർ നയിക്കുന്ന ഭരണമാണ് കേരളത്തിലും വന്നെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് സമൂഹത്തിനുണ്ടാക്കും. അത് തൽക്കാലം ഒഴിവാക്കാൻ വേണ്ടിയാണ് LDF നിലനിൽക്കണം, UDF ഭരിക്കണം. അതിനുവേണ്ടി അല്ലെങ്കിൽ ഇവരെ മന്ത്രിയാക്കാനും ഭരണം കെട്ടി കോടീശ്വരം ഉണ്ടാക്കാൻ വേണ്ടിയില്ല, ഈ സമൂഹം നിലനിൽക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോൾ അടിവൊഴുക്ക് നോക്കുക, ഒരു പൊടി ബുദ്ധിമുട്ടുകൾ കാണുന്നു. നിങ്ങൾ ഈ കോൺഗ്രസ് ചില നേതാക്കൾ കാണുന്ന അത്ര ഈസിയല്ല. എന്തുകൊണ്ടാണെന്നറിയോ? കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ലോകപ്രസിദ്ധമാണ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏതാണ്ട് നമ്പർ 1 പെട്ടതാണ്. ആ ഇന്ത്യ ഗവൺമെൻറ് ഭരണകൂടം മുഴുവനും അവർക്ക് ഇത്തവണ ഭരണം കിട്ടില്ല അറിയില്ല. BJP കേരളത്തിൽ LDF കയറാൻ നോക്കാണ്. കേരളത്തിൽ 2 പ്രാവശ്യം 3ാമത് പ്രാവശ്യം കയറാൻ നോക്കാണ് LDF കേരള ഭരണം. അതുകൂടെ ഒരുപിടി സന്നാഹങ്ങളുണ്ട് അവർ നിലനിർത്താൻ വേണ്ടി. അത് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അറിയോ? കാൾക്ക് ലാടം നിറയ്ക്കുന്നത് കാളെ നന്നാക്കല്ല, കൂടുതൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയാ. ഇപ്പം സംഘപരിവാർ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തെ നന്നാക്കാൻ വേണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം നയിച്ചും കോൺഗ്രസ് നയിച്ചും സംഘപരിവാർ മാത്രമാവും. അവരെത്ര ആശയമാണ്, അവരെത്ര വിപുലമായ ഒരു പ്രത്യയശാസ്ത്ര ബുദ്ധി കാണിക്കുന്നത്. ഇത് കോൺഗ്രസ് കാണിക്കുന്നുണ്ടോ? ലീഗ് കാണിക്കുന്നുണ്ടോ? ലീഗ് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു മുസ്ലിം ലീഗ് എന്ന പേരിൽ ഇന്ത്യയിൽ രൂപീകരിച്ച് തന്നെ മണ്ടന്മാരുടെ കേന്ദ്രമായിട്ടാണ്, മണ്ടന്മാർ നേതാക്കളായിട്ടാണ്. അന്നും ബുദ്ധിജീവി പറഞ്ഞു ഇത് വേണ്ടെന്ന്. അന്നും മുസ്ലിം ലീഗിനോട് അന്ന് കൂടിയ കുറേ ബുദ്ധിജീവികൾ പറഞ്ഞു ഇനി നമുക്ക് ഈ പേര് വേണ്ട, ഒന്നാമത്തെ വിഭജിച്ച് പോയി, നമ്മൾ ശക്തി കുറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും അന്നത്തെ കായികബില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹം നിർബന്ധം പിടിച്ച് അതിന് വേടുന്നു. അതാ ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായം അവരെ മുസ്ലിം എന്ന വളയത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പുറത്തു വരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ PDP മദ്രി സാഹിബ് രാഷ്ട്രീയ പാർട്ടി രൂപിച്ചു, അപ്പോഴും ആ മൊയ്ലിയാർ അതേ റാങ്കിൽ തന്നെ, ഒരു വ്യത്യാസം കാണിച്ചില്ല. അതുപോലെയാണ് അന്ന് പാടില്ലെങ്കിൽ ഇന്നും പാടില്ല. എത്രയും പെട്ടെന്ന് ഈ പേര് മാറ്റി മുന്നോട്ട് പോയില്ലെങ്കിൽ എന്ത് പറ്റുമറിയോ? വളരെ അപകടത്തിലേക്കാണ്. ഞാൻ വീണ്ടും കോൺഗ്രസ് പറയുന്നത്, ലീഗോട് പറയാണ്, 1001 ജില്ല മാത്രമാണ് ഇന്ത്യയിൽ മലപ്പുറം. ആ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതമ്പത് ഞാൻ പറയുന്നില്ല, ചുരുങ്ങിയ മുസ്ലിം ലീഗിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ദേശീയ ലെവലിൽ ഒന്നും ചെയ്യാൻ പറ്റും. മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് സഹായിക്കാനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അങ്ങോട്ട് സഹായിക്കാനോ പറ്റുന്നില്ല. എവിടെ പറ്റുന്നത്? പണ്ട് നിങ്ങൾക്ക് ആസാമിൽ, പശ്ചിമ ബംഗാളിൽ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ, UP-യിൽ, മഹാരാഷ്ട്രയിലൊക്കെ MP മാരൊക്കെ ഉണ്ടായതല്ലേ? അവിടെ എവിടെ പോയി? ഇന്ന്
അത് പറഞ്ഞ് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗിട്ട് അത് വെച്ച് പാർട്ടിക്ക് ഈ ഒന്നും ചെയ്യാൻ കോൺഗ്രസ് വിചാരിച്ചാൽ അവരൊന്നും ചെയ്യില്ല, ചെയ്ത് അവർക്ക് ക്ഷീണം ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസ് നിങ്ങളെ ചൂഷണം ചെയ്യല്ലാതെ, അന്ന് തൊപ്പി ഊരാൻ പറഞ്ഞാൽ ചൂഷണം ചെയ്യല്ലാതെ നിങ്ങളെ വളർത്താനാണ് ആഗ്രഹം ഉണ്ടായത്. ഈ കേസ് നെറ്റ് പോയവന് പൂച്ചോട് കിട്ടുന്നില്ല. ഓക്കെ സോറി, നെറ്റിൻ്റെ തകരാറ്. അപ്പോൾ ഇപ്പോൾ അഭിവർക്കി യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനം മാറ്റിയില്ല ഒരാൾ പുതിയതായിട്ട്. അഭിവർക്കി കിട്ടിയില്ലെങ്കിൽ 40 ഭാരവാഹികൾ രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ എടോ അഭിവർക്കി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കേൾക്കാൻ വേണ്ടി ഞാനൊരു കണക്ക് പറയാം. അഭിവർക്കി ഇപ്പോൾ ഏതായാലും ക്രിസ്ത്യൻ ബാധിച്ചാണല്ലോ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഹിന്ദു മുസ്ലിമൊന്നുമല്ലല്ലോ. ഇവിടെ നിങ്ങൾ ആകെ ജനസംഖ്യ കേരളത്തിൽ 15% ഉള്ളൂ. അതിൽ 5-6% കൺവേർട്ട് ക്രിസ്ത്യനാണ്. ബാക്കിയുള്ളത് 10%. 9% ഉള്ളൂ, 10%. അതിൽ 3% കമ്മ്യൂണിസ്റ്റ്, 2% BJPക്കും പോവും, ബാക്കി 5% ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് കേൾക്കണം. എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ട് മാത്രമാണ് ക്രിസ്ത്യാനിയുടെ കിട്ടുന്നത് UDF അല്ലെ കോൺഗ്രസ്. പറഞ്ഞ 100 വോട്ട് ചെയ്യുമ്പോൾ 38 വോട്ട് കിട്ടുന്നത് മുസ്ലിങ്ങളുടെ വോട്ടാണ്. അതുകൊണ്ട് നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ, എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുക, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനമെങ്കിലും നിങ്ങൾ മെയിൻ കൊടുക്കണം ഈ സ്ഥാനത്തിന്. നിങ്ങൾ ജാതി ഈക്വേഷന് വേണ്ടി മറ്റേ ആ വക്കീലിന്, ക്രിസ്ത്യൻ വക്കീലിന് KPC പ്രസിഡന്റ് സ്ഥാനം കൊടുത്തല്ലോ. ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇപ്പം വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾക്ക് തന്നെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കപ്പാസിറ്റി എന്ത്? ഇത് ഈഴവൻ്റെ കപ്പാസിറ്റി 21% ഈഴവനിൽ വരുന്ന അസംബ്ലി ഇലക്ഷൻ 90% ഈഴവരും LDF വോട്ട് ചെയ്യും, ബാക്കി 10% ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ കണക്ക് വ്യാഖ്യാനിക്കാൻ നിങ്ങൾ ഊഹിച്ചെടുക്കണം. 100 ഈഴവനൊന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് UDF കിട്ടുന്നത്. ഈ നായർ വിഭാഗം 9% ഉള്ളൂ. അത് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം 50% വരെ BJPക്ക് കൊടുത്താണ്. ഇത്തവണ 75% BJPക്ക് പോകും, ബാക്കി എത്രയുണ്ട്? അപ്പോൾ 110 വോട്ടൊന്ന് ചെയ്താലാണ് ഒരു നായർ വോട്ട് UDF കിട്ടുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് കിട്ടുന്നത്. അത് നിങ്ങൾ എല്ലാം വേണ്ടി വീടെന്ന് പറഞ്ഞാൽ 9% ഉള്ള നായേഴ്സിന് 12 മന്ത്രിമാർ, ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ 12 മന്ത്രിമാർ, 40% മുസ്ലിം ഇടതുപക്ഷത്തിൽ 1 മന്ത്രി, 1-2 ആകെ പോയിപ്പോ. എന്നിട്ട് ഭരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് വോട്ട് എന്ന് പറയുമ്പോൾ തല്ലിക്കൊല്ലണ്ടേ? അത് ഇത്തവണ ഏതായാലും മുസ്ലിം തീരുമാനിച്ചു. 97% ഇത്തവണ ഈ വോട്ട് ചെയ്ത് UDF ചെയ്യുള്ളൂ, LDF ചെയ്ത്. അത് ഇത് മന്ത്രി സ്ഥാനം കിട്ടാത്തതുകൊണ്ടല്ല, LDF നിലനിർത്താൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ LDF ജയിച്ചു പോയാൽ പിന്നെ UDF ഉണ്ടാവില്ല, LDF നശിച്ചു. അപ്പോൾ അഭിവർക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി നോക്കുന്നേ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം, സമയം വൈകി. കഴിഞ്ഞ പ്രാവശ്യം ഈ സോണിയയുടെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ചപ്പോഴേ 20 പ്രധാന നേതാക്കളിൽ 10 പേര് പ്രധാന നേതാക്കൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പിന്നെ കാശ്മീർകാരൻ മറ്റേ ഗുലാം നബി ആസാദ്, ഈ ഗാർഗെ, ഈ 4 പേര് പുറത്ത്, 4 പേര് ദേശീയ നേതാക്കൾ, ബാക്കി 6 പേര് നിങ്ങൾ കൊടുത്ത് ഈ 10% ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കൊടുത്ത് കേരളത്തിൽ നിന്ന്. എന്തെന്ന് ഈ 40% ഒരാൾ കൊടുക്കാൻ KC വേണുപോലെ ഈ ആന്റണിയോ ഏതെങ്കിലും കള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞോ? ഞാൻ വീണ്ടും പറഞ്ഞു, ഇപ്പോൾ ഒരേ ഒരു പ്രസ്ഥാനത്ത് മാത്രമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. നമ്മൾ കുഴി ചാടുന്നതിനുമായിട്ട് എന്തുകൊണ്ട് ചാടുന്നു, എങ്ങനെ ചാടുന്നു, എപ്പോൾ ചാടുന്നു, എന്തിന് ചാടുന്നു അറിഞ്ഞിരിക്കണം. അതാ ഇതൊന്നും പറയാൻ ഒരു മുസ്ലിം നേതാവും ഇന്ത്യയിലില്ല, കേരളത്തിലില്ല, ഒരു മുസ്ലിം അല്ല. അവർക്കെല്ലാം അവരുടെ താല്പര്യം, അവരുടെ മന്ത്രിസ്ഥാനം, അവരുടെ MLA സ്ഥാനം, MP സ്ഥാനം. ഞങ്ങളെ സംബന്ധിച്ച് ഒന്നും ആവശ്യമില്ല. ഒരു മന്ത്രിസ്ഥാനം വേണ്ട, MLA സ്ഥാനം ഒന്നും വേണ്ട, 10 വയസ്സ് ആനുകൂല്യം വേണ്ട, ഞങ്ങൾ ചോദിക്കില്ല. പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിന് എല്ലാ സമുദായങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും തുല്യ നീതി ലഭിക്കണം. ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ, ആനുപാതിക സംവരണം, ആതിഥ്യം, അത് വേണം. അതിപ്പോൾ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതാ ഞങ്ങൾ പറഞ്ഞു ഷാ വിഷാണിതെങ്കിൽ മറ്റ് ഷാ ഇസമാണ്.
അംബേദ്കറിസം പോലെ. എന്താണ് ഷായിസം പറയുന്നത്? തിരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലകളിൽ ജനസംഖ്യാനുപാതികമായ സംവരണം അല്ലെങ്കിൽ പ്രാതിനിധ്യം വേണമെന്ന ഒറ്റ പോയിന്റുള്ളൂ, വേറെ യാതൊരു പോയില്ല. ആർക്കും കൂടുതൽ കൊടുക്കാനൊന്നും പറയുന്നില്ല. അതാണ് ഷായിസം എന്ന് പറയുന്നത്. നിങ്ങൾ കളിക്കുന്ന കൊച്ചു കളിയല്ല ഷാ. മൊയ്തീൻ ചെയ്ത് പാവം മനുഷ്യൻ, ഒരു വിഡ്ഢി. പക്ഷെ ഷാ നയിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അത് മോസ്റ്റ് മോഡേണാണ്. ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല, ഒരു പഞ്ചായത്ത് മെമ്പറാ പോലും ആകെ താല്പര്യമില്ല, ഞങ്ങൾ ആരെങ്കിലും വഹിക്കുന്നില്ല. പക്ഷെ ജനസംഖ്യ ആനുപാതികം കിട്ടിയ സാമൂഹ്യ നീതിയുള്ളൂ. ഈ നീതി വെച്ച് നോക്കുമ്പോൾ UDF ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വരുന്ന യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോൾ അതിലൊരു പ്രസിഡൻ്റായിട്ട് 40% വരുന്ന മുസ്ലിം ഒരാൾ വച്ചില്ലെങ്കിൽ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, മുസ്ലിം ലീഗ് ഉണ്ട്, അല്ലെങ്കിൽ തങ്ങളുണ്ട്, കുഞ്ഞാക്കുണ്ട്, അതിലൊന്നും കാര്യമില്ല. ആകെയുള്ള വോട്ടർമാരിൽ 4-1 പോലും ലീഗ് അനുഭാവികളില്ല UDF. അത് മനസ്സിലാക്കണം. ബാക്കി 4-3 ഭാഗം മുസ്ലിങ്ങളും പുറത്ത് നിൽക്കുകയാണ്. അതും ഓർമ്മ വേണം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ ഒരു കാര്യം ഒന്ന് പറയട്ടെ. ഈ തൃശ്ശൂർ യൂസഫ് അലിയുടെ ഒരു സ്ഥാപനത്തിന് തുടങ്ങാൻ തുടങ്ങിയപ്പോൾ CPIയുടെ ഒരു നേതാവ് എതിര് നിൽക്കുകയും പറഞ്ഞു. ആ നേതാവ് പറഞ്ഞിട്ടാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തൂടെ, ഈ ഒരിക്കലും പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാതെ പാഴ്നിലം, വേസ്റ്റ് ലാൻഡ് എന്നൊക്കെ പറയാം, ആ പാഴ്നിലം, ചതുപ്പ് നിലം, കൃഷി ചെയ്യാൻ പറ്റില്ല, മരം വയ്ക്കാൻ ഒന്നുമില്ല കിടക്കുന്നത്, അതിങ്ങനെ കാലാകാലങ്ങൾ കിടക്കുന്നതിനേക്കാൾ നല്ലത്. ഞങ്ങളെ ചെറിയ റിക്വസ്റ്റാണ്, അത് വേണമെന്നില്ല, ഒരു അഭിപ്രായം മാത്രം, ഒള്ളി ഒപ്പീനിയൻ. അതിൽ 3-1 സ്ഥലം, 3-1 സ്ഥലം അത് ആഴം കൂട്ടി നല്ലൊരു ജലാശയമാക്കുക. ആക്കി അവിടുന്ന് മണ്ണെടുത്ത് പരമാവധി മണ്ണെടുത്തിട്ട്, അത് പരമാവധി താഴ്ത്ത മണ്ണെടുത്തിട്ട് അവിടെ ചുറ്റി വേലി കെട്ടി സുരക്ഷാക്കി മണ്ണെടുത്തിട്ട് ബാക്കി സ്ഥലം ഫില്ല് ചെയ്ത് നിർത്തി അവിടെ എന്തെങ്കിലും തുടങ്ങാൻ പാടില്ലേ? അങ്ങനെ എന്നൊക്കെ ചിന്തിച്ചൂടെ? ഈ പരാതിപ്പെടുന്നവർ അല്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഭൂമി കാലാകാലം അങ്ങനെ കിടക്കണമെന്ന് പറയുന്നതാണോ ശരി? അത് പട്ടി വേപ്പിട്ട കാര്യം പറയുമോ, വേപ്പിട്ടി മാറ്റാൻ പറഞ്ഞ് പറ്റൂലേ? അത് അങ്ങനെ വാദിച്ച് രാജ്യവും നാട് നശിപ്പിക്കണോ? ഞാൻ മുഹമ്മദ് യൂസഫലിയുടെ പ്രസ്ഥാനത്തോട് യോജിക്കുന്ന ആളല്ല. പക്ഷേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ നമ്മൾ മാറ്റി അതിനേക്കാൾ മോശമായിട്ട് ആൾ വരും. അതുകൊണ്ട് നമ്മൾ മാറ്റാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം തുടങ്ങിട്ടെ 10,000 പേർക്ക് പണി കിട്ടുക പറഞ്ഞത്. അപ്പം അങ്ങനെ ചതുപ്പ് നിലമാണ് ഉപയോഗിച്ചു പിന്നെ സ്ഥലമാണ് കിടക്കുന്നതെങ്കിൽ അതിൽ 3 ഭാഗം അതിൽ വലിയ ജലാശയം, പരമാവധി ആഴ്ത്തിക്കോ താഴ്ത്തിക്കോ, അത് ആ മണ്ണ് കൂടി ഇട്ട് ഇപ്പോൾ നിർത്തിയിട്ട് ബാക്കി മണ്ണടിച്ച് അവിടെ തുടങ്ങി പോലെ ഒന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്താം. ജയ് ഹിന്ദ്.